സർവകലാശാലകളിലെ SFI ഗവർണറുടെ നിലപാടുകൾക്കെതിരെ സമരം നടത്തിയിരുന്നു. അത് ഒരു കാവ്യവൽക്കരണ നിലപാടുകൾക്കെതിരായ സമരമാണ്. പക്ഷേ അതിനെതിരായ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം സർക്കാർ സ്പോൺസേഡ് ഗുണ്ടായുസമാണ് SFI നടത്തിയത്. ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളെല്ലാം നിയമങ്ങൾ പാലിക്കാൻ ബാധ്യതപ്പെട്ടവരാണ്. ഭരണരംഗത്തുള്ളവർക്ക് പ്രത്യേകിച്ചും അതിനുള്ള ഉത്തരവാദിത്വമുണ്ട്. അതിന് സാധാരണ നിലയിൽ ഒരു തീരുമാനമെടുത്ത് നടപ്പിലാക്കുമ്പോൾ നടപടിക്രമങ്ങൾ പാലിക്കണം. പിന്നെ ഇന്ത്യയിലുള്ള ഏതൊരു പൗരനും അംഗീകരിക്കേണ്ടതാണ് ഇന്ത്യൻ ഭരണഘടന. ഭരണസ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവർക്ക് പ്രത്യേകമായി ഉത്തരവാദിത്വമുണ്ട് ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കാൻ. ഇവിടെ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത് ദൗർഭാഗ്യകരമായ ഒരു നിലപാടിൻ്റെ ഭാഗമാണ്. ആദരണീയനായ ഗവർണറുടെ നിലപാടിൻ്റെ ഭാഗമാണ്. അദ്ദേഹം ഭരണഘടനയ്ക്കനുസൃതമാണ്. ഭരണഘടനയിൽ എവിടെയാണ് ഭാരതാംബയുള്ളത്? ഭരണഘടന നമുക്ക് എല്ലാവർക്കും കിട്ടുമല്ലോ. ഞാൻ ഈ ഭാരതാംബയുടെ പ്രശ്നം വളരെ വിവാദമായ സമയത്ത് ഞാൻ ഭരണഘടന ആകെ എടുത്തു നോക്കി. എവിടെയെങ്കിലും ഇതുണ്ടോ? എവിടെയെങ്കിലും പരാമർശമുണ്ടോ? അങ്ങനെ ഒരു പരാമർശം ഇല്ലല്ലോ. ഭാരതാംബ ഞാൻ കാണുന്നത് RSSൻ്റെ പരിപാടികളിലാണ്. RSSൻ്റെ പരിപാടികളിൽ കാവിക്കൊടിയേന്തിയ ഒരു സ്ത്രീയുടെ രൂപത്തെ ഒരു സങ്കല്പമായിട്ട് പ്രതിഷ്ഠിക്കാറുണ്ട്. അത് അവർക്ക് ചെയ്യാം, അവർക്കതിനുള്ള അവകാശമുണ്ട്. അവരുടെ സംഘടനാ രീതിക്കനുസരിച്ച് കാര്യങ്ങൾ നടത്താനുള്ള അവകാശമുണ്ട്. അതാർക്കും ചോദ്യം ചെയ്യാനൊന്നും പറ്റില്ല. ചോദ്യം ചെയ്യാം, പക്ഷെ അത് അംഗീകരിച്ചൊള്ളുന്നില്ല. ഇതാണ് നടക്കുന്നത്. പക്ഷേ അത് നിയമസഭയ്ക്കകത്ത് പാടുണ്ടോ? രാജ്ഭവനകത്ത് പാടുണ്ടോ? ഇതാണ് പ്രശ്നം. അത് തുടങ്ങി യൂണിവേഴ്സിറ്റിയിൽ അനധികൃതമായിട്ട് നിയമനം നടത്തുക, നിയമവിരുദ്ധമായ നിയമനം നടത്തുക. ആ നിയമവിരുദ്ധമായ നിയമനം നടത്തിയതിനെയാണ് സിൻഡിക്കേറ്റ് അത് തെറ്റിന് തിരുത്തലിന് വിധേയമാക്കി സിൻഡിക്കേറ്റ്. അതാണ് ഇന്നലെ കേരളത്തിൽ നടന്നത്. മെനഞ്ഞാന്ന് അത്തരം ഒരു തീരുമാനം അവരെടുത്തത്. കോടതിയും സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനത്തെ അംഗീകരിച്ചു. അത് അംഗീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രശ്നത്തിൻ്റെയും ഇല്ല, കലാപത്തിൻ്റെ പ്രശ്നമില്ല. നിയമം നടപ്പിലാക്കുന്നതിനു വേണ്ടിയുള്ള നേതൃത്വവും ഇടപെടലുമാണ് SFI കേരള സർവകലാശാലയ്ക്കകത്ത് നടത്തിയിട്ടുള്ളത്. അത് ആ നിലയെ പരിഗണിക്കാൻ കഴിയും.